ഹായ് ഓൾ, വെൽക്കം ടു ജയലേൺ. എൻ്റെ പേര് സ്വാതി. നമ്മൾ കേട്ടച്ചിനെ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ട്. അപ്പോൾ എന്താണ് ഫസ്റ്റ് എയ്ഡിൽ പഠിക്കേണ്ടത് എന്നുള്ള സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. സിലബസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം EVS-ലാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ എന്താണ് ബാക്കിയുള്ളതൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് സമയമില്ല അല്ലെങ്കിൽ ഇതിനത്ര പ്രാധാന്യം കൊടുക്കണ്ട എന്ന് കരുതുന്ന ഒരു ഭാഗം കൂടിയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഫസ്റ്റ് എയ്ഡിൽ നിന്ന് ചോദിക്കാറുണ്ട്. ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു 2.5 മണിക്കൂറിനകത്ത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ആൻസർ കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്തുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താണ് ആൻസർ എല്ലാം കിട്ടിയെന്ന് വരും. പക്ഷെ ആ ഒരു എക്സാം ഹാളിൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക, തെറ്റാതെ മാർക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. സോ ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ അതാത് സമയത്ത് പഠിച്ചാൽ മാത്രം പോരാ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഇനി ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും എന്താണ് നമുക്ക് മനസ്സിലാക്കാം. നോക്കിയാലോ. എന്താണ് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്? ഒരാൾക്ക് പെട്ടെന്നൊരു അപകടം പറ്റുമ്പോഴോ അല്ലെങ്കിൽ ഒടിവോ മുറിവോ ഒക്കെ പറ്റുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതാണ് പ്രഥമ ശുശ്രൂഷ. കണ്ടില്ലേ, അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ട ആൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ നൽകുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ. ക്ലിയർ ആണോ? അടിയന്തര സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെട്ട ആൾക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭിക്കുക. അപ്പൊ ആ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ നമ്മൾ എന്താണോ ആ അപകടത്തിൽപ്പെട്ട ആളെ നമ്മൾ എന്താണോ ആശ്വാസമേകാനായിട്ട് ചെയ്യുന്നത്, അതെന്താണ്? പ്രഥമ ശുശ്രൂഷയാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു കുട്ടി വീണു. അപ്പൊ ആ വീണ കുട്ടിയെ എന്താണ് ഈ കുട്ടി പരിചരിക്കുകയാണ്. ബാൻഡേഡ് ഒക്കെ വെച്ച് കൊടുക്കുക, പൗഡർ എന്താ പറയാ, നമ്മൾ മരുന്ന് വെച്ച് മെഡിസിൻ വെച്ച് ബാൻഡേഡ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം എന്താണ്? പ്രഥമ ശുശ്രൂഷയിൽ പെടുന്നതാണ്. പ്രഥമ ശുശ്രൂഷയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ജീവൻ നിലനിർത്തുക. രോഗിയുടെ നില കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ സഹായിക്കുക. ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുക. ഇതെല്ലാം എന്താണ്? പ്രഥമ ശുശ്രൂഷയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പാനിക് ആവുന്ന സമയത്ത് നമുക്ക് ബോധക്ഷയം ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെ പാനിക് ആക്കാതെ നമ്മൾ എന്താണ്, ആ രോഗിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇനി പ്രഥമ ശുശ്രൂഷ പെട്ടി, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? കത്രിക, പഞ്ഞി, തുണി, ബാൻഡേഡ്, സോപ്പ്, പിൻ, സ്കെയിൽ, ചവണ. ഇതെല്ലാം എന്താണ്? ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ള ഉപകരണങ്ങളാണ്. ഓക്കെ, ഇത് നോക്കൂ. കണ്ണിൽ പൊടി വീണാൽ നമ്മൾ പെട്ടെന്ന് ഒരു റിഫ്ലക്ഷൻ പോലെയുള്ളതാണല്ലേ നമ്മൾ കണ്ണ് തിരുമ്മുക. പക്ഷെ അങ്ങനെ ചെയ്യരുത്. എന്താണ്? കണ്ണില് സ്ക്രാച്ചുകൾ വീഴും. അപ്പൊ കണ്ണില് പൊടി വീണാൽ കണ്ണ് തിരുമ്മരുത്. എന്ത് ചെയ്യണം? നല്ല വെള്ളം കൊണ്ട്, ശുദ്ധമായ ജലം കൊണ്ട് മുഖത്തൊഴിച്ച് കഴുകണം അല്ലെ. കുറെ തവണ എന്താണ് മുഖത്തൊഴിച്ച് പൊടി അകറ്റുക. ഇനി ചെവിക്കുള്ളിലേക്ക് വസ്തുക്കൾ തിരികെ കയറ്റരുത്. നമ്മളിപ്പോൾ വാക്സ് എടുക്കാനൊക്കെ ആയിട്ടാണെങ്കിലും എന്താണ് നമ്മുടെ ബഡ്സ് ഒക്കെ ഇട്ടിട്ട് ചെവിയിലിടും അല്ലെ. അല്ലെങ്കിൽ പഴയ ആൾക്കാർ പറയും തിരി ചെവിയിലിടുക, ചെവിക്കുള്ള ചെളി കളയാനൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. ചെവിക്കുള്ളിലേക്ക് വസ്തുക്കൾ ഒന്നും തിരികെ കയറ്റരുത്. നോക്കൂ, തലയിടിച്ച് മുഴച്ചു കഴിഞ്ഞാൽ അമർത്തി തിരുമരുത്. തല എവിടെയെങ്കിലും ഇടിക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെ തലയിലൊക്കെ ഇങ്ങനെ അമർത്തി തിരുമ്മി കൊടുക്കും അല്ലെ. പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത്. അത് ഇങ്ങനെ അമർത്തി തിരുമാനായിട്ട് പാടില്ല. അപകടങ്ങളിൽപ്പെട്ടവർക്ക് അസ്ഥികൾ പൊട്ടാം. അപ്പൊ അവരെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് ഉയർത്തരുത്. ഇപ്പൊ നമ്മൾ റോട്ടിലെ കൂടെയൊക്കെ പോകുമ്പോൾ കാണുന്നതാണ്, വീഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ ഓടിച്ചെന്ന് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അവരെന്താണ് ബലമില്ലാതായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അവരെ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് ഈ അസ്ഥികളിൽ ഒടിവോ ചതവോ ഒക്കെ സംഭവിക്കാം. ഇനി
പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ്, തേൻ തുടങ്ങിയവ ഉപയോഗിക്കരുത്. എവിടെയെങ്കിലും പൊള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൈയൊക്കെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ തീയിൽ നിന്നൊക്കെ ബേൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ റണ്ണിങ് വാട്ടറിൽ കഴുകാനേ പാടുള്ളൂ. ശുദ്ധമായ ജലം കൊണ്ട് കഴുകുക. അതല്ലാതെ നമ്മൾ ടൂത്ത് പേസ്റ്റ് പുരട്ടാന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. തേൻ, പേസ്റ്റ് തുടങ്ങിയവ ഉപയോഗിക്കരുത്. ഇനി ചതവ് പറ്റിയാൽ ആ ഭാഗത്ത് ചൂടേൽപ്പിക്കുകയോ തിരുമ്മുകയോ ചെയ്യരുത്. അപ്പൊ ചതവ് പറ്റിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ചൂടേൽപ്പിക്കാൻ പാടില്ല, തിരുമാനും പാടില്ല. ഇനി ആർക്കൊക്കെയാണ് ഒരു പ്രഥമ ശുശ്രൂഷകനാവാൻ സാധിക്കുന്നത്? പരിശീലനം ലഭിച്ച ഏതൊരു വ്യക്തിക്കും പ്രഥമ ശുശ്രൂഷ നൽകാം. അതിലൊരു കാര്യം ശ്രദ്ധിക്കണം, പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്ന ആള് ഒരിക്കലും രോഗിയെ പാനിക് ആക്കാൻ പാടില്ല. ഓക്കെ, നോക്കൂ, പരിഭ്രാന്തി കൂടാതെ ശാന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആർക്കും എന്താവാം, പ്രഥമ ശുശ്രൂഷകനാവാം. ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ പരിശീലനം ലഭിച്ച ഒരാൾക്കാണെങ്കിൽ പ്രഥമ ശുശ്രൂഷകനാവാം. പക്ഷേ ഈ പ്രഥമ ശുശ്രൂഷ ചെയ്യുന്ന ആള് രോഗിയോ പാനിക് ആയിരിക്കും, അല്ലെങ്കിൽ ചുറ്റും നിന്നവരെല്ലാം പാനിക് ആയിരിക്കും. അവരെ ഒന്നും കൂടെ പരിഭ്രാന്തിപ്പെടുത്താൻ പാടില്ല. നമ്മൾ വളരെ ശാന്തമായി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രഥമ ശുശ്രൂഷ കൊടുക്കാവൂ. അങ്ങനെ ശാന്തമായി കൈകാര്യം ചെയ്യുന്ന ഏതൊരാൾക്കും എന്താവാം, പ്രഥമ ശുശ്രൂഷകനാകാം. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രഥമ ശുശ്രൂഷയില് ഏതൊക്കെ ഭാഗത്തു നിന്നാണ്, എങ്ങനെയൊക്കെയാണ് കേട്ടറ്റിന് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. പൊള്ളലേറ്റാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഈ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? നിങ്ങളൊന്ന് എഴുതി നോക്കുക കേട്ടോ, എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് പറയാ. ഉപ്പുവെള്ളത്തിൽ കഴുകുക, നെയ്യ് പുരട്ടുക, സോപ്പ് കഴുകുക, വെള്ളം ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച് കഴുകുക, 10-15 മിനിറ്റ് സാധാരണ ജലം ഒഴിക്കുക. അപ്പൊ എന്താണ് പൊള്ളലേറ്റാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ? നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. 10-15 മിനിറ്റ് സാധാരണ ജലം ഒഴിക്കുക, റണ്ണിങ് വാട്ടറിൽ കഴുകുക. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ്? പാടില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. മുറിവുണ്ടായാൽ രക്തസ്രാവം നിയന്ത്രിക്കുക, കണ്ണിൽ പൊടി വീണാൽ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക, പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കളയുക, എല്ലൊടിയുകയോ പൊട്ടുകയോ ചെയ്താൽ സ്പ്ലിന്റ് ഇടുക. അപ്പൊ ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത്? ഏതാണ്? നമ്മൾ മുറിവുണ്ടായി കഴിഞ്ഞാൽ രക്തസ്രാവം നിയന്ത്രിക്കും അല്ലെ. കണ്ണിലെ പൊടി വീണാല് ശുദ്ധജലം കൊണ്ടാണ് കഴുകുക. പാമ്പ് കടിയേറ്റ ഭാഗത്ത് വീണ്ടും ഒരു മുറിവുണ്ടാക്കി നമ്മൾ ബ്ലഡ് കളയോ? ഇല്ല. അപ്പൊ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ്? ഇതാണ്. ഓക്കെ, അടുത്തത്, പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ സാധാരണയായി കാണാത്ത ഉപകരണം ഏതാണ്? തെർമോമീറ്റർ, സേഫ്റ്റി പിൻ, സ്റ്റെതസ്കോപ്പ്, കത്രിക. ഏതാണ്? സ്റ്റെതസ്കോപ്പ് സാധാരണഗതിയിൽ കാണാറില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കാർഡിയോ വാസ്കുലർ പമ്പിംഗ് റെസ്പോൺസ്, കാർഡിയോ പൾമണറി റിസസിയേഷൻ, കാർഡിയാക് പ്രഷർ റിലീഫ്, ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് റിക്കവറി. എന്തിനെയാണ് CPR എന്നത് സൂചിപ്പിക്കുക? എന്താണ് CPRന്റെ പൂർണ്ണ രൂപം? എന്താണ്? കാർഡിയോ പൾമണറി റിസസിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, പൊള്ളലേറ്റാലുള്ള പ്രഥമ ശുശ്രൂഷ ഏതാണ്? പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കൽ, പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് വെക്കൽ, പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണി നീക്കം ചെയ്യൽ, പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ് പുരട്ടൽ. ഏതാണ് വരുന്നത്? റണ്ണിങ് വാട്ടറിൽ കഴുകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടറ്റിന് വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സിലബസിൽ ഒന്നും വിട്ട് കളയാതെ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ സിലബസ് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കിയത്, ഫസ്റ്റ് എയ്ഡിന്റെ അല്ലെ. അപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് വിട്ട് കളയാനുള്ള ഒരു പോർഷൻ അല്ല. എല്ലാ ചോദ്യ പേപ്പറിലും ഒരു ചോദ്യമെങ്കിലും മസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആണ്.
എന്നാൽ നമുക്ക് എക്സാം ഹാളില് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ള ഒരു ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദ്യങ്ങളിൽ കാണാറുണ്ട്. അപ്പൊ നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഈ കൺഫ്യൂഷൻ ഇല്ലാതെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാനായിട്ട് പറ്റുള്ളൂ. 1 മാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വിലപ്പെട്ടത് തന്നെയാണ്. കേട്ടിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് LP UP എഴുതാനായിട്ട് സാധിക്കുള്ളൂ. സോ എല്ലാവരും എന്ത് ചെയ്യുക, കേട്ടിട്ട് എന്ന് പറയുന്ന യോഗ്യത ഇപ്പൊ തന്നെ ഇനി വരുന്ന അടുത്ത എക്സാമിൽ തന്നെ എന്താണ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി എന്താ വേണ്ടേ, ചിട്ടയായിട്ടുള്ള പഠനം, സിലബസ് അനുസരിച്ചുള്ള പഠനം, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ ആൻസർ ചെയ്താൽ പോരാ, 2.5 മണിക്കൂറിനകത്ത് നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലേ നമുക്ക് അവിടെ പാനിക് ആവാതെ നല്ല രീതിയിൽ മുന്നിലേക്ക് എക്സാം എഴുതി യോഗ്യത നേടാനായിട്ട് സാധിക്കുള്ളൂ. സോ എല്ലാവരും കേട്ടറ്റ് എന്ന് പറയുന്ന ആ ഒരു യോഗ്യത കടക്കാനായിട്ട് നന്നായിട്ട് പരിശ്രമിക്കുക. സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. അതിനുവേണ്ടി നമ്മുടെ ജയലേൺ ഇതാ നിങ്ങൾക്ക് ഒരു സുവർണാവസരം തരികയാണ്. ഈ വരുന്ന മെയ് അല്ലെങ്കിൽ ജൂണിൽ തന്നെ നടക്കുന്ന കേട്ടറ്റ് എക്സാമില് എല്ലാവർക്കും യോഗ്യത നേടാം. അതോടൊപ്പം നമുക്ക് എന്താണ് നെക്സ്റ്റ് LP UP എന്ന് പറയുന്ന ഒരു സ്വപ്നവും ക്രാക്ക് ചെയ്യാം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.